എണ്ണ വാങ്ങുന്നത് നിർത്തുന്നത് സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യ. റഷ്യയിൽ നിന്നും 288 S-400 മിസൈലുകൾ ഇന്ത്യ വാങ്ങും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, എണ്ണയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള എതിർപ്പുണ്ട്, വ്യാപാര കരാറുണ്ട്. അതിനൊക്കെ ശേഷം ഇപ്പോൾ എണ്ണ വാങ്ങൽ നിർത്തി ആയുധം വാങ്ങലിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. ബൽറാം. ദിലീപ് കുമാർ, ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്നാണ് US അവകാശവാദം. ഇക്കാര്യത്തിൽ എന്നാൽ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയമോ കൃത്യമായ ഒരു പ്രതികരണം ഇതുവരെയും നൽകിയിട്ടില്ല. നേരത്തെ നടത്തിയ പ്രതികരണം ആവർത്തിക്കുക മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ നടപടി. ഇത്തരത്തിൽ ആ വിവാദം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. S-400 മിസൈലുകൾ 288 എണ്ണം കൂടി റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള അംഗീകാരം നൽകിയിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ ഇടപാടിനാണ് അംഗീകാരം. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു മിസൈലുകളാണ് S-400 മിസൈലുകൾ. റഷ്യയിൽ നിന്നും നേരത്തെ തന്നെ ഇന്ത്യ അത് വാങ്ങുന്നുണ്ട്. എന്നാൽ അത് ഇരട്ടിയാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനത്തിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. എണ്ണ ഇറക്കുമതി കുറയുമ്പോൾ പകരം ആയുധങ്ങൾ അല്ലെങ്കിൽ റഷ്യയുമായുള്ള പ്രതിരോധ ഇടപാടുകൾ അതേപടി തുടരുക എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. ദിലീപ് കുമാർ. റഷ്യയിൽ നിന്നും 288 S-400 മിസൈലുകൾ ഇന്ത്യ വാങ്ങും. ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.